ആറന്മുളയിൽ ആത്മഹത്യ ചെയ്ത ഹോട്ടലുടമയുടെ വീട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു. ഇന്നലെയാണ് ഹോട്ടലുടമ ബിജു ആത്മഹത്യ ചെയ്തത്. കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് അംഗവുമായ രമാദേവിയുടെ പേര് എഴുതി വെച്ച ശേഷമാണ് ബിജുവിന്റെ ആത്മഹത്യ. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, ഇപ്പോൾ മന്ത്രി അവരുടെ വീട് സന്ദർശിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവരുടെ കുടുംബം എന്താണ് പറയുന്നത്? എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കുടുംബത്തിൻ്റെ വിഷമങ്ങൾ. കുടുംബം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ആത്മഹത്യക്കുറിപ്പിൽ പേരുള്ള ഈ കോൺഗ്രസ് വാർഡംഗം രമാദേവിയും ഭർത്താവും മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നുള്ള കാര്യം കുടുംബം വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരണമായി എത്തിയിട്ടുണ്ട്. ഈ രമാദേവിക്കെതിരെ ഇപ്പം മുമ്പും പരാതികളുണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഇതിന് ഈ ഫാമിലിയെ ഇറക്കി വിട്ട് അവർ പുതിയൊരു സ്ഥലത്ത് ആ സ്ഥലം ഉടമയുടെ അനുവാദത്തോടുകൂടി ഒരു ഷെഡ് വെച്ചിട്ട് അവിടെ കട ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ലൈസൻസ് കൊടുക്കാതിരിക്കാൻ പഞ്ചായത്തിൽ ഏർപ്പാട് ചെയ്യുകയും കറണ്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ആ കുടുംബം വളരെയേറെ ബുദ്ധിമുട്ടിൽ വിഷമത്തിൽ കഴിയുകയായിരുന്നു. മറ്റ് 2 വർഷത്തിന് മുമ്പ് ഈ രമയുടെ കടയിൽ താമസിച്ചിരുന്ന ഒരാൾ ആ കട ഒഴിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ ആളും അജി ആത്മഹത്യ ചെയ്തു. തൂങ്ങിമരണമാണ് നടത്തിയത്. വേറെ ശശി എന്ന് പറയുന്ന ഒരു ആശാരിപ്പണി നടത്തുന്ന ഒരാളും ഇതേ രീതിയിൽ ആ കടയ്ക്കകത്ത് തൂങ്ങി മരിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇപ്പം പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BS അനീഷ്മോട് ചേർന്നത്. അനീഷ്മോട്, ഈ രമയ്ക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. 2 ആളുകൾ മുമ്പ് ആത്മഹത്യ സമാനമായ രീതിയിലുണ്ട്. ഒരാൾ ആത്മഹത്യ ചെയ്തത് ഇതേപോലെ കട വാടകക്കെട്ടിൽ ഒഴിപ്പിക്കപ്പെട്ട ആത്മഹത്യ എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ ആരോപണങ്ങളല്ലേ ഉയർന്നു വരുന്നത്? അതീവ ദുഃഖകരമായൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഒരു മരണം എന്നുള്ളതല്ല, ഒരു ആത്മഹത്യ എന്നുള്ളതല്ല, മറിച്ച് ഇതൊരു കൊലപാതകമാണ്. മാനസിക പീഡനം മൂലം ഒരു സാധാരണക്കാരനായ പാചക തൊഴിലാളി അദ്ദേഹം സ്വയം ഒരു ചെറിയ ചായപ്പീടിക നടത്താൻ ശ്രമിക്കുമ്പോൾ നിരന്തരം പിന്തുടർന്നു. നമുക്കറിയാം, ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർക്ക് ഒരു ചെറിയ സ്ഥാപനം നാട്ടിൽ നടത്തുന്നതിൻ്റെ ലൈസൻസിലടക്കം ഇടപെടാൻ കഴിയുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ സർക്കാർ തലത്തിൽ ഉള്ള എല്ലാ പിന്തുണയും ചെറുകിട ഇടത്തരം സംരംഭകർക്ക് ലഭിക്കുമ്പോൾ അത്തരം സർക്കാർ സഹായം പോലും ലഭിക്കാത്ത വിധം അവർക്കൊരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത മാനസിക ബുദ്ധിമുട്ട് മൂലമാണ് പ്രിയപ്പെട്ട ബിജു ഇന്നലെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഏത് തരത്തിലുള്ള കേസെടുക്കണം നിങ്ങൾ ആവശ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും നരഹത്യ കേസ് ചാർജ് ചെയ്യാൻ കഴിയുന്നതാണ്, കേസെടുക്കേണ്ടതാണ്. ആറന്മുള പോലീസ് ഇപ്പോൾ പ്രഥമദൃഷ്ട്യാ ഒരു അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് FIR ഇട്ടിട്ടുള്ളത്. അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ മരണമൊഴി, ഒരാൾ മരണപ്പെടുമ്പോൾ അദ്ദേഹം കുറിപ്പെഴുതി വെച്ചിട്ടുണ്ട് വ്യക്തമായി. ആറന്മുള ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡ് മെമ്പർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടുള്ള 5ാം വാർഡ് മെമ്പർ ശ്രീമതി രമാദേവിയാണ് അദ്ദേഹത്തിൻ്റെ ഭർത്താവുമാണ് ഈ മരണത്തിലേക്ക് എന്നെ തള്ളിവിടുന്നതെന്ന് അദ്ദേഹം രേഖാമൂലം എഴുതി വെച്ചിട്ടുണ്ട്, മരണക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം. കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ പേരുടെ എതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. അറസ്റ്റ് ചെയ്യണമെന്നുള്ള നിലപാടിലേക്ക് ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടുമുണ്ട്. ഇത് കഴിഞ്ഞിട്ടും ഇത് ഒരു വെല്ലുവിളി പോലെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ പാർട്ടിക്കാരെല്ലാം അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുക്കുകയാണ്. സോഷ്യൽ മീഡിയയിലടക്കം വളരെ മോശമായിട്ട് ഇദ്ദേഹം കള്ളു കുടിച്ചാനാണ് ഇറക്കി വിട്ടതെന്നും അടക്കമുള്ള രീതിയിൽ വളരെ മോശമായിട്ട് ഈ മരിച്ച ആളിനെ ചിത്രീകരിക്കുന്ന ഒരു നിലപാടാണ്. മരിച്ച ആളിനെ പറ്റി വളരെ നിന്ദ്യമായി ഇവരുടെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ നിലപാടുണ്ടാവണം. പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണം. ഇവരെ അറസ്റ്റ് ചെയ്യുന്ന നിലപാടിലേക്ക് പോലീസ് എത്തണം എന്നാണ് പറയാനുള്ളത്. ഇവരെ കട നടത്തിക്കൊണ്ട ശേഷം, ഇവരെ ഒഴിപ്പിച്ചതിന് ശേഷം നിരന്തരമായിട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരന്തരമായിട്ട് ഇവരെ എന്തൊക്കെ ഭയപ്പെടുത്താം അല്ലെങ്കിൽ അത്തരത്തിൽ ഇവരെ ബുദ്ധിമുട്ടിക്കാമോ ആ പ്രവർത്തനങ്ങളെല്ലാം ഒരു പഞ്ചായത്ത് മെമ്പർമാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഏറെ മാനസിക സംഘർഷം ഈ ബിജുവിനുണ്ടായിട്ടുണ്ട്, അവരുടെ കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. വലിയ ആരോപണങ്ങളാണ്. 2 കാര്യമാണ്. ഒന്ന്, അന്വേഷണം കൃത്യമായി പോകണം, അറസ്റ്റ് ചെയ്യണം, ജയിലിൽ അടയ്ക്കണം തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഒന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം, കുടുംബം ഇന്നലെ തന്നെ പറഞ്ഞു, ഈ ആരോപണ വിധേയായ കോൺഗ്രസ് നേതാവായിരിക്കുന്ന രമാദേവി നിരന്തരം കുടുംബത്തെ ദ്രോഹിച്ചിരുന്നു, അതിൻ്റെ വലിയ മാനസിക സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഉണ്ടായത് എന്താണെന്നുള്ള അറിയില്ലെന്ന് മാത്രമാണ് ഭാര്യ പറഞ്ഞത്. അതിലുപരിയായി ഗൗരവമുള്ള ആരോപണമാണ് ഇപ്പോൾ അഭിഭാഷകൻ കൂടിയായിരിക്കുന്ന ആൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ആ കുടുംബത്തെ, മരിച്ച ആളുടെ കുടുംബത്തെ അവഹേളിക്കുന്നു, അപകീർത്തിപ്പെടുത്തു എന്നത് വളരെ ഗൗരവമുള്ള. ഇക്കാര്യത്തിലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തേണ്ടതാണ്. ശ്രീനിധി.